Praise the Lord. Greetings to you all in the glorious name of our Lord and Savior, Jesus Christ, who is coming soon to receive His glorious church. വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രിയുടെ വേളയിൽ ഒരു പ്രാവശ്യം കൂടെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള ഭാഗങ്ങളായിരുന്നല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ ദിനങ്ങളിൽ നമ്മൾ ചിന്തിപ്പാനിടയായി. ഇന്ന് രാത്രി ചിന്തിക്കുന്നത് 5-ാം അധ്യായം 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങളും അതിനുശേഷമായി അടുത്ത ദിവസം 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങളും ചിന്തിക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. ആകയാൽ ഇന്ന് രാത്രി ചിന്തയ്ക്കായി വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതിന് 7 കൊമ്പും സർവഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണും ഉണ്ട്. അവൻ വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലങ്കയിൽ നിന്ന് പുസ്തകം വാങ്ങി. 8-ാം വാക്യം. വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗവും നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുൻപാകെ വീണു. 9. പുസ്തകം വാങ്ങുവാനും അതിനെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. 10-ാം വാക്യം. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. 5-ാം അധ്യായത്തിന്റെ 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് രാത്രി ചിന്തിപ്പാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുന്നത്. 6-ാം വാക്യത്തിൽ വായിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് നമ്മളിവിടെ വായിച്ചത്. 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അതിലെ 6-ാം വാക്യം ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും 24 മൂപ്പന്മാരുടെയും നടുവിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു നിൽക്കുന്നത് പോലെ കണ്ടു. അവൻ വന്ന് സിംഹാസനത്തിലിരിക്കുന്നവന്റെ കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങി. അപ്പോ കഴിഞ്ഞ ദിവസം സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ആരാന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു. അതിനുശേഷമായി അറുക്കപ്പെട്ട കുഞ്ഞാട് ആരാണ് എന്നുകൂടെ പറയുവാനിടയായി. ഇവിടെ 7-ാം വാക്യം മുതൽ ഇന്ന് ചിന്തിക്കുവാനാണ് താല്പര്യപ്പെടുന്നത്. അവൻ വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങി. 1-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഭാഗത്തിലേക്ക് ഒന്നുകൂടെ ഞാൻ പോകുകയാണ്. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ
വലം കൈയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ടൊരു പുസ്തകം ഞാൻ കണ്ടു. 1-ാം വാക്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോ യോഹന്നാൻ അപ്പോസ്തലൻ യേശു കർത്താവിനെ ദർശിക്കുന്ന ഭാഗമാണ് 6-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൻ സിംഹാസനത്തിന്റെ നടുവിലും സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. 6-ാം വാക്യമാണ് ഈ ഭാഗം. അപ്പോ കുഞ്ഞാട് നിൽക്കുന്നത് ഒന്ന് സിംഹാസനത്തിന്റെയും സിംഹാസനത്തിന്റെ ചുറ്റിലും 24 മൂപ്പന്മാരുടെ 24 സിംഹാസനങ്ങൾ. അവരുടെ നടുവിൽ 4 ജീവികൾ. 1-ാം ജീവിക്ക് സിംഹത്തിനെ പോലെ മുഖമുള്ളതും, 2-ാം ജീവി മനുഷ്യമുഖമുള്ളതും, 3-ാം ജീവി കാളയുടെ മുഖമുള്ളതും, 4-ാമത്തെ ജീവി പറക്കുന്ന കഴുകിന് തുല്യവും. ഇത് നമ്മൾ 4-ാം അധ്യായത്തിൽ വിവരിച്ച കാര്യമാണ്. അതുകൊണ്ട് റിപ്പീറ്റേഷൻ വരുന്നതുകൊണ്ട് ഞാനിത് വിവരിക്കുന്നില്ല. ഇവിടെ സിംഹാസനത്തിന്റെയും 24 മൂപ്പന്മാരുടെയും നടുവിൽ 4 ജീവികളുടെയും മധ്യത്തിൽ ആരാധനയ്ക്ക് യോഗ്യനായി, മഹത്വത്തിന് യോഗ്യനായി, സകലമാനത്തിനും പുകഴ്ചയ്ക്കും യോഗ്യനായ ഒരുവൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കൈയിൽ നിന്ന് ഈ പുസ്തകം വാങ്ങിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ആരാണ് എന്നാണ് ഈ യോഹന്നാൻ പറയുന്നത്. അദ്ദേഹം എവിടെയാണ് നിൽക്കുന്നത് എന്നാണ് ഇപ്പോ ഞാൻ പറയുന്നത്. ഒന്ന്, സിംഹാസനത്തിന്റെയും 24 മൂപ്പന്മാരുടെയും നടുവിലും 4 ജീവികളുടെയും മധ്യത്തിലും. നടുവിലും മധ്യത്തിലും എന്നാണ് മലയാളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ യഹോവയായ ദൈവത്തിന്റെ സിംഹാസനം, ആ സിംഹാസനത്തിന് ചുറ്റിലും 24 മൂപ്പന്മാരുടെ സിംഹാസനം, അതിന്റെ നടുവിൽ 4 ജീവികളുടെ ദർശനം. അപ്പോ യോഹന്നാൻ കാണുന്നത് സിംഹാസനത്തിന്റെയും 24 മൂപ്പന്മാരുടെയും നടുവിലും പിന്നെ 4 ജീവികളുടെയും മധ്യത്തിൽ അറക്കപ്പെട്ടിരിക്കുന്ന ഒരു കുഞ്ഞാട് നിൽക്കുന്നത് ഞാൻ കണ്ടു. കുഞ്ഞാട് എങ്ങനെ അറക്കപ്പെട്ടു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം യാഗമർപ്പിക്കാതെ വിമോചനമില്ല എന്നുള്ള പഴയ നിയമത്തിലെ വ്യവസ്ഥ പ്രകാരം കുഞ്ഞാടിലെ രക്തം ചൊരിയാതെ മാനവജാതിക്ക് വിമോചനമില്ല എന്നുള്ള പഴയ നിയമ ആരാധകരുടെ വ്യവസ്ഥ പ്രകാരം ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. നമ്മളത് എബ്രായ ലേഖനത്തിൽ വായിക്കുന്ന ഒരു ഭാഗമാണ് ഞാൻ പറഞ്ഞത്. വേണമെങ്കിൽ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. എബ്രായ ലേഖനത്തിലെ ഒരു ഭാഗം എബ്രായ ലേഖനത്തിൽ 7-ാം അധ്യായത്തിന്റെ 25, 26, 27, 28 ഞാനത് പ്രത്യേകത വായിക്കുകയാണ്. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്.
1 പവിത്രൻ, 2 നിർദോഷൻ, 3 നിർമ്മലൻ, 4 പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. എന്നുവെച്ച് പൗലോസ് പറഞ്ഞു, മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിന്റെ പാപങ്ങൾക്കായും ദിനം പ്രതി യാഗം അഴിപ്പിപ്പാൻ ആവശ്യമില്ലാത്തവൻ തന്നെ. കാരണം ന്യായപ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ ഏത് മഹാപുരോഹിതനും സ്വന്തം പാപത്തിനു വേണ്ടി ആദ്യം യാഗം അർപ്പിക്കണം. സ്വന്തം പാപത്തിനു വേണ്ടി ആദ്യം യാഗമർപ്പിക്കുകയും അതിനുശേഷമായി തന്റെ മുൻപാകെ വരുന്ന ജനത്തിന്റെ പാപത്തിനു വേണ്ടി യാഗമർപ്പിക്കും. അതുകൊണ്ടാണ് ഇവിടെ പൗലോസ് പറയുന്നത്, മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിന്റെ പാപങ്ങൾക്കായും ദിനം പ്രതി യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്തവൻ. അത് അവൻ തന്നെത്താൻ അർപ്പിച്ചതുകൊണ്ട് ഒരിക്കലായി യാഗമായി തീർന്നു. പിന്നെ പറയുമ്പോ ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തത്താലല്ല, നിർമ്മലവും നിർദോഷമായ കുഞ്ഞാടിന്റെ വലിയേറിയ രക്തത്താൽ നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു എന്ന് എബ്രായലേഖനത്തിൽ വായിക്കുന്നുണ്ടോ? അപ്പോ അറുക്കപ്പെട്ട കുഞ്ഞാടിനെ ചൂണ്ടിക്കാണിക്കുന്നത് ന്യായപ്രമാണത്തിൽ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ആ അനേക കാലഘട്ടങ്ങളിൽ അറക്കപ്പെട്ട ആ കുഞ്ഞാടിനെ ചൂണ്ടിക്കാണിക്കുക. മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരാർത്ഥം കാൽവറിയുടെ കൊലമരത്തിൽ നമുക്ക് വേണ്ടി തറക്കപ്പെട്ട അറുക്കപ്പെട്ട ദൈവകുഞ്ഞാട്, നമ്മുടെ പെസഹാ കുഞ്ഞാടോ അറക്കപ്പെട്ടിരിക്കുന്നു. പെസഹായ്ക്ക് വേണ്ടി ഒരു കുഞ്ഞാടിനെ അറക്കുന്നത് പോലെ നമ്മുടെ പെസഹാ കുഞ്ഞാടോ അറുക്കപ്പെട്ടിരിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുകയാൽ ആ അറക്കപ്പെട്ട കുഞ്ഞാടിലെ രക്തം മനുഷ്യരുടെ മേൽ തളിക്കുമ്പോൾ അവരുടെ പാപങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്നു. എന്നാൽ മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അതാത് മഹാപുരോഹിതൻ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടി യാഗമർപ്പിക്കുകയും അതിനുശേഷമായി തന്റെ ജനത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യാഗങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിൽക്കുന്നതായി നമ്മൾ കാണുന്നു. അങ്ങനെ വരുമ്പോൾ യോഹന്നാൻ പറയുകയാണ്, സിംഹാസനത്തിന്റെയും 24 മൂപ്പന്മാരുടെ നടുവിലും 4 ജീവികളുടെയും മധ്യത്തിൽ യോഹന്നാൻ ഒരു ദർശനം കാണുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലങ്കയിൽ നിന്ന് പുസ്തകം വാങ്ങുന്നവന്റെ ദർശനമായി യോഹന്നാൻ കാണുന്നത്. യോഹന്നാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലങ്കയിൽ നിന്ന് പുസ്തകം വാങ്ങിക്കുന്നവന്റെ ദർശനം കാണുകയാണ്. അതിനെക്കുറിച്ചാണ് പറയുന്നത്, സിംഹാസനത്തിന്റെയും 24 മൂപ്പന്മാരുടെ നടുവിലും പിന്നെ 4 ജീവികളുടെയും മധ്യത്തിലും യോഹന്നാൻ കാണുന്ന ദർശനം ഇതാണ്. അറുക്കപ്പെട്ട കുഞ്ഞാട് നിൽക്കുന്നത് ഞാൻ കണ്ടു. ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. ശ്രദ്ധിക്കണേ, ദൈവിക സിംഹാസനത്തിന്റെ ചുറ്റിലും 24 ചെറിയ സിംഹാസനങ്ങൾ. ആ 24 സിംഹാസനങ്ങളിൽ 24 മൂപ്പന്മാർ. ആ 24 മൂപ്പന്മാരുടെ നടുവിൽ 4 ജീവികൾ. ഈ 4 ജീവികളുടെയും നടുവിലാണ് യോഹന്നാൻ സിംഹാസനത്തിലിരിക്കുന്നവന്റെ വലങ്കയിൽ നിന്ന് പുസ്തകം വാങ്ങിക്കാൻ വരുന്നവന്റെ ദർശനം കാണുന്നത്. അപ്പൊ സിംഹാസനത്തിലിരിക്കുന്നവന്റെ വലങ്കയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ട ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം വാങ്ങിക്കുവാൻ വരുന്നവൻ ആരാണ് എന്നാണ് ഞാനിപ്പോ പറയുന്നത്. ആ പുസ്തകം വാങ്ങിക്കാൻ വരുന്നവൻ കുറിച്ച് യോഹന്നാൻ പറയുന്നു,
സിംഹാസനത്തിന്റെയും 24 മൂപ്പന്മാരുടെയും നടുവിലും 4 ജീവന്റെയും മധ്യത്തിൽ അറക്കപ്പെട്ടു നിൽക്കുന്ന ഒരു കുഞ്ഞാടിനെ ഞാൻ കണ്ടു. അവനെക്കുറിച്ച് പറയുന്നു, അതിന് 7 കൊമ്പും സർവഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണുണ്ട്. അപ്പോ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലങ്കയിൽ നിന്ന് പുസ്തകം വാങ്ങുന്നവനെ യോഹന്നാൻ വെളിപ്പാടി കണ്ടിട്ട് പറയുന്നു, യോഹന്നാൻ വെളിപ്പാടിൽ അത് കാണുകയാ, കണ്ടിട്ട് പറയുന്നു, സിംഹാസനത്തിന്റെയും 24 മൂപ്പന്മാരുടെയും 4 ജീവികളുടെയും മധ്യത്തിൽ അറുക്കപ്പെട്ട ഒരു കുഞ്ഞാട് നിൽക്കുന്നത് ഞാൻ കണ്ടു. അതിന് 7 കൊമ്പും സർവഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണുകൊണ്ട്. 7 is the perfect number of God. 6 is the number of Satan. 7 is the perfect number of God. എന്ന് പറഞ്ഞാൽ 7നെ കാണിക്കുന്നത്, 7നെ കാണിക്കുന്നത് ദൈവത്തിന്റെ സകല പൂർണ്ണതയെയും കാണിക്കുന്നതാണ്. അപ്പോൾ 6 എന്ന് പറയുന്ന നമ്പർ സാത്താന്റെ നമ്പറും, അതുകൊണ്ടാണ് 666 3 ആറുകളുടെ സംഖ്യ വരുവാനിടയാണ്. ദൈവത്തിന്റെ നമ്പർ 7-ാം ദിവസത്തിൽ യഹോവയായ ദൈവം വിശ്രമമെടുത്തത് കൊണ്ട് ആ 7 എന്ന നമ്പർ ദ കംപ്ലീറ്റ് നമ്പർ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പൂർണ്ണതയെ തെളിയിക്കുന്നതാണ്. അപ്പോ 7 കണ്ണ്, 7 കൊമ്പ്. ആദ്യം പറയുന്നത് 7 കൊമ്പുകൾ. ദാനിയേലിന്റെ പുസ്തകം നമ്മൾ വായിച്ചു പഠിക്കുമ്പോ ആ പ്രവചനങ്ങളെ ഒന്ന് പഠിച്ചു നോക്കുകയാണെങ്കിൽ 10 കൊമ്പും 7 തലയെന്നൊക്കെ പറഞ്ഞ് ചില ഭാഗങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിലുണ്ട് ആ ഭാഗങ്ങൾ. അപ്പൊ ഈ കൊമ്പിനെ കാണിക്കുന്നത് അധികാരത്തെയാണ് കാണിക്കുന്നത്. സർവഭൂമിയിലും അധികാരം പ്രാപിച്ചവനായ ദൈവത്തിന്റെ പുത്രനായ അറുക്കപ്പെട്ട കുഞ്ഞാട്. 7 കൊമ്പ് പൂർണ്ണതയുടെ അവസ്ഥ. ഈ 7 കൊമ്പ് എന്ന് കാണിക്കുന്നത് സർവാധികാരത്തെയാണ് കാണിക്കുന്നത്. 7 കണ്ണ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ 7 ആത്മാക്കൾ. നമ്മളത് യെശയ്യാപ്രവചനം 11-ാം അധ്യായത്തിലേക്ക് ചെന്ന് വായിച്ചാൽ 11-ലെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോ യഹോവയുടെ 7 ആത്മാക്കളെ കുറിച്ച് വായിക്കുന്നുണ്ട്. അങ്ങനെ പൂർണ്ണതയുടെ ആത്മാവായ ദൈവാത്മാവ്. നമ്മള് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ പറയുന്നത്. യെശയ്യാപ്രവചനത്തിലെ 11-ാം അധ്യായത്തിലെ 1-2 വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിച്ചു കേൾപ്പിക്കാം. ബുക്ക് ഓഫ് യെശയ്യ ചാപ്റ്റർ 11, 11-ാം അധ്യായം, അതിലെ ചില വാക്യങ്ങൾ. ദൈവത്തിന്റെ 7 ആത്മാക്കൾ എന്നൊരു ഭാഗം ഇവിടെ ഉണ്ട്. അത് പറയുവാനാണ്. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് വസിക്കും. 1 യഹോവയുടെ ആത്മാവ്. 2 ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്. ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്. പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ്. 7 അത് തിരിച്ചിട്ടുണ്ട്. 1 യഹോവയുടെ ആത്മാവ്, 2 ജ്ഞാനത്തിന്റെ ആത്മാവ്, 3 വിവേകത്തിന്റെ ആത്മാവ്, 4 ആലോചനയുടെ ആത്മാവ്, 5 പരിജ്ഞാനത്തിന്റെ ആത്മാവ്, 6 യഹോവ ഭക്തിയുടെ ആത്മാവ്, 7 യഹോവയുടെ ആത്മാവ്. അപ്പോ ഈ 7 ആത്മാക്കൾ ദൈവത്തിന്റെ പൂർണ്ണതയെ, ആത്മീക പൂർണ്ണതയെ കാണിക്കുന്നതാണ്. അപ്പോ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ
പിതാവായ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ കയ്യിൽ നിന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ കയ്യിൽ വലം കയ്യിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രകൾ കൊണ്ട് മുദ്രയിടപ്പെട്ടിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം വാങ്ങിക്കാൻ യോഗ്യരാരായി എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം ഓർമ്മിച്ചായിരുന്നു. ഇന്ന് പറയുന്നത് സിംഹാസനത്തിന്റെ മുമ്പിലും അതിനു മുമ്പിൽ അതിന് ചുറ്റിലും 24 സിംഹാസനങ്ങളുണ്ട്. കോവയുടെ സിംഹാസനത്തിന്റെ ചുറ്റിൽ 24 സിംഹാസനങ്ങൾ. ആ 24 സിംഹാസനങ്ങളിൽ വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ട് തലയിൽ പൊൻകിരീടധാരികളായി 24 മൂപ്പന്മാരിയ്ക്കുന്നുണ്ടോ? ഇതൊക്കെ 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നതാണ്. അവരുടെ നടുവിൽ 4 ജീവികളുമുണ്ട്. 4 creatures and 24 elders. 24 മൂപ്പന്മാരും 4 ജീവികളുടെയും നടുവിൽ അറുക്കപ്പെട്ടതായ കുഞ്ഞാട് നിൽക്കുന്നത് ഞാൻ കണ്ടു. ആ കുഞ്ഞാടിന് 7 കൊമ്പും ദൈവത്തിന്റെ 7 ആത്മാക്കളായ 7 കണ്ണും ലഭിച്ചു. അപ്പോ 7 കൊമ്പ് സർവാധികാരത്തെ ചൂണ്ടിക്കാണിക്കുന്നു. സർവശക്തൻ, സർവവ്യാപി, സർവജ്ഞാനി, എല്ലാറ്റിനും അധികാരമായ പ്രവൃത്തി ചെയ്യുന്നവനായ ദൈവത്തിന്റെ പുത്രൻ. അപ്പോ സകലതും തന്റെ കരങ്ങൾ കൊണ്ട് നിയന്ത്രിക്കുന്നവൻ. അല്പം കൂടെ പറഞ്ഞാൽ താൻ മാത്രം അമർച്ചതയുള്ളവൻ, ആരും കാണാത്തവൻ, ആർക്കും കാണുവാൻ കഴിയാത്തവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, ധന്യനായ ഏകാധിപതി, രാജാതി രാജാവ്, കർത്താതി കർത്താവ്, ഇങ്ങനെ 7 ഗുണങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പൗലോസ് അപ്പോസ്തലൻ യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോ ഈ 7 ഗുണങ്ങളുള്ള ദൈവത്തിന്റെ പുത്രൻ, അറക്കപ്പെട്ട ദൈവ കുഞ്ഞാട്, ഇത് യഹൂദന്മാർക്കുള്ള ദൂതുകളായതുകൊണ്ട് ഈ അറക്കപ്പെട്ട കുഞ്ഞാടിനെയൊക്കെ എടുത്ത് കാണിക്കുന്നത്. കാരണം വെളിപ്പാട് 5 മുതൽ 19 വരെയുള്ള അധ്യായങ്ങളിൽ മുഴുവൻ, അഥവാ 18 വരെയുള്ള അധ്യായങ്ങളിൽ യഹൂദന്മാരോട് ബന്ധപ്പെട്ടുള്ള ദൂതുകളാണ്. അപ്പോ യാഗങ്ങളും യാഗകർമ്മങ്ങളും കാഹളങ്ങളും അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ എടുത്ത് സംസാരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ ഈ മെസ്സേജുകളെല്ലാം ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി റിലേറ്റഡ് ടു ദി പീപ്പിൾ ഓഫ് ഇസ്രായേൽ. അവരുടെ യാഗവും അവരുടെ ദേവാലയവും അവരുടെ ആരാധനയോടും ബന്ധപ്പെട്ടുള്ളതായതുകൊണ്ടാണ് അറുക്കപ്പെട്ട കുഞ്ഞാടിനെ ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. അപ്പോ കുഞ്ഞാട് അറുക്കപ്പെട്ട് നിൽക്കുന്നത് പോലെ ഞാൻ കണ്ടു. ഈ അറുക്കപ്പെട്ട കുഞ്ഞാടിന് 7 കൊമ്പുണ്ട്. സർവ അധികാരത്തെ കാണിക്കുന്ന കൊമ്പ്. 7 കണ്ണുണ്ട്. ദൈവത്തിന്റെ 7 ആത്മാക്കളായ 7 കണ്ണുകൾ അവനുണ്ട്. അങ്ങനെ ഈ കുഞ്ഞാടിന്റെ മുമ്പിൽ കുഞ്ഞാട് പുസ്തകം വാങ്ങിക്കുകയാണ്. ആര്? കുഞ്ഞാട്. അടക്കപ്പെട്ട കുഞ്ഞാട് പുസ്തകം വാങ്ങിക്കുന്നു. അവൻ വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലക്കൈയിൽ നിന്ന് പുസ്തകം വാങ്ങി. ശ്രദ്ധിക്കണേ, പുസ്തകം വാങ്ങുവാൻ യോഗ്യൻ, പുസ്തകം തുറക്കാൻ യോഗ്യൻ, പുസ്തകത്തിന്റെ മുദ്ര പൊട്ടിപ്പാൻ യോഗ്യൻ ആരുള്ളൂ എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ നിലവിളിച്ചുകൊണ്ട് നിൽക്കുമ്പോ, യോഹന്നാന് ദൈവത്തിന്റെ ആത്മാവ് അതിവെളിപ്പാടിൽ കാണിച്ച വെളിപ്പാടാണെന്ന് രാത്രി ഞാൻ പറയുന്നത്. പുസ്തകം വാങ്ങുവാൻ കുഞ്ഞാടേ നീ യോഗ്യൻ, ആ പുസ്തകത്തിന് മുദ്ര പൊട്ടിപ്പാൻ അറക്കപ്പെട്ട കുഞ്ഞാടേ നീ യോഗ്യൻ. അപ്പോ യോഹന്നാൻ അതിന് മുമ്പിൽ നമ്മൾ വായിച്ചു,
ഈ പുസ്തകം വാങ്ങാൻ യോഗ്യനാരുള്ളൂ എന്ന് ചോദിച്ചപ്പം യോഹന്നാനോട് 24 മൂപ്പന്മാരിൽ ഒരുവൻ പറഞ്ഞു, ഒരുവൻ യോഗ്യനായിട്ടുണ്ട്. അവനെ കുറിച്ച് പറഞ്ഞു, അവനെ യൂദാഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ എന്ന് പറഞ്ഞ് പറയുകയാണ്. 24 മൂപ്പന്മാരുടെ നടുവിലും സിംഹാസനത്തിന് മുമ്പിലും 4 ജീവികളുടെയും മധ്യത്തിലും അറുക്കപ്പെട്ടൊരു കുഞ്ഞാട് നിൽക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ ഈ പുസ്തകം വാങ്ങിക്കാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനായ ഒരുവനേ ഉള്ളൂ. അവനാണ് അറുക്കപ്പെട്ട കുഞ്ഞാട്. മാനവജാതിക്ക് വേണ്ടി കാൽവരുടെ കൊലമരത്തിൽ യാഗമായി തീർന്ന, സർവയാഗമായി തീർന്ന അറുക്കപ്പെട്ട കുഞ്ഞാട്. യശയ്യാ 53 അധ്യായം നാം ഒന്ന് വായിച്ചു നോക്കിയാൽ അവിടെ നമുക്കതിന് ചില പ്രത്യേകതകൾ കാണാം. അവൻ നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി, യശയ്യാ 53 അധ്യായത്തിലെ ആ 1-2 വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിച്ചു തരാം. യശയ്യാ 53 അധ്യായം അതിലെ 1-2 വാക്യങ്ങൾ വായിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് വായിക്കാം. അതിന്റെ 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കുക. നാം എല്ലാവരും ആടുകളെ പോലെ ചിതറിപ്പോയി, നാം ഓരോരുത്തരും താന്താന്റെ വഴിയിലേക്ക് തിരിഞ്ഞു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. തന്നെത്താൻ താഴ്ത്തി വായ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായു തുറക്കാതിരുന്നു. സ്തോത്രം. പ്രവാചകനായ യെശയ്യാവ് യേശു കർത്താവിനെ കാണുന്ന വെളിപ്പാടാണ് ഞാൻ ഈ പറയുന്നത്. നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി, തന്നെത്താൻ താഴ്ത്തി വായ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നതോടെ മുമ്പാകെ മിണ്ടാതെ നിൽക്കുന്ന ആടിനെ പോലെയും അവൻ നിന്നു. അടുത്തത്, ശിക്ഷാവധിയിലും അവൻ പീഡനത്താലും ശിക്ഷാവധിയാലും എടുക്കപ്പെട്ടു. ജീവളുടെ ദേശത്ത് അവൻ ഛേദിക്കപ്പെട്ടുവെന്നും തന്റെ ജനത്തിന്റെ അകൃത്യ നിമിത്തം അവന് ദണ്ഡനം വന്നുവെന്നും അവന്റെ തലമുറയിൽ ആർ വിചാരിച്ചു. അടുത്ത കേട്ടോണേ, അവൻ സാഹസമൊന്നും ചെയ്യാതെയും അവന്റെ വായിൽ വഞ്ചനയൊന്നുമില്ലാതെയും ഇരുന്നിട്ടും അവർ അവന് ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴി കൊടുത്തു. 10-ാം വാക്യം, എന്നാൽ അവനെ തകർത്തുകളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവന് കഷ്ടം വരുത്തി. അവന്റെ പ്രാണൻ ഒരകൃത്യയാഗമായി തീർന്നിട്ട് അവനൊരു സന്തതിയെ കാണുകയും ദീർഘായുസ്സ് പ്രാപിക്കുകയും ചെയ്യേണ്ടതിനാൽ തന്നെ അവന്റെ പ്രാണൻ ഒരകൃത്യയാഗമായി തീർന്നു. ആരുടെ പ്രാണൻ? കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രാണൻ. രോമം കത്തിരിക്കണ മുൻപാകെ, കൊല്ലുവാൻ കൊണ്ടുപോകുന്നവരുടെ മുൻപാകെ മിണ്ടാതെ നിൽക്കുന്ന നമ്മുടെ കർത്താവായ യേശു മശിഹ. അതുകൊണ്ടാണ് യോഹന്നാൻ ഇങ്ങനെ ഭാഷയിൽ പറഞ്ഞത്, സിംഹാസനത്തിന്റെയും 24 മൂപ്പന്മാരുടെയും 4 ജീവികളുടെയും നടുവിൽ അറക്കപ്പെട്ട ഒരു കുഞ്ഞാട്, ഇസ്രായേലിന് വേണ്ടി അറക്കപ്പെട്ട, മാനവജാതിക്ക് വേണ്ടി രക്തം ചിന്തിയ, എന്റെ അകൃത്യത്തിനു വേണ്ടി, എന്റെ അതിക്രമങ്ങൾക്ക് നിമിത്തം ചുമന്നുകൊണ്ട് പാപങ്ങളെ വഹിച്ചുകൊണ്ട് കാൽവരുടെ കുലമരത്തിലേക്ക് കയറിപ്പോയ ദൈവത്തിന്റെ കുഞ്ഞാട്. അതിനാ യോഹന്നാൻ ശ്രാവകൻ വിളിച്ചു പറഞ്ഞത്, Behold the Lamb of God who takes away the sin of the world. യോഹന്നാൻ ശ്രാവകൻ പറയുക, കാൺമീൻ, ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് കടന്നു പോകുന്നു. അപ്പോ ലോകത്തിന്റെ പാപത്തെ ചുമന്നുകൊണ്ട്
കടന്നുപോയ ദൈവത്തിന്റെ കുഞ്ഞാണ്. അവൻ നമുക്ക് വേണ്ടി ഒരകൃത്യയാഗമായി തീർന്നു. എന്റെ അകൃത്യ നിമിത്തം അവൻ മുറിവേറ്റു, എന്റെ അതിക്രമ നിമിത്തം അവൻ അടികൊണ്ടു. നമ്മള് ദാനിയേലിന്റെ പ്രവചനത്തിൽ വരുമ്പോ 70 ആഴ്ചവട്ടങ്ങളെ കുറിച്ച് പറയുമ്പോ അകൃത്യത്തിന് പ്രായശ്ചിത്തം വരുത്തുവാൻ, അതിക്രമത്തിന് നിത്യനീതി വരുത്തുവാൻ 2 വാക്കുകൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 70 ആഴ്ചവട്ടങ്ങളെ കുറിച്ച് ദൂത് പറയുമ്പോ പറയുകയാണ്, 1 അകൃത്യത്തിന് പ്രായശ്ചിത്തം വരുത്തുവാൻ, 2 അതിക്രമത്തിന് അന്ത്യം വരുത്തുവാൻ, പാപത്തിന് നിത്യനീതി വരുത്താൻ. അപ്പോ മാനവജാതി അകൃത്യം നിമിത്തം, അതിക്രമം നിമിത്തം മാനവജാതിക്ക് വേണ്ടി അറുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാട് കർത്താവായ യേശുമശിഹ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കൈയിൽ നിന്ന് ഈ പുസ്തകം വാങ്ങുവാൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്. യോഹന്നാൻ പറയുന്നു, സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് ഇറക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് ഞാൻ കണ്ടു. He is standing in front of the throne of God. He is standing in front of the throne of God. Among 24 elders and 4 creatures, 4 ജീവികളുടെയും 24 മൂപ്പന്മാരുടെയും നടുവിൽ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരം വരുത്തിയ ശേഷം അറുക്കപ്പെട്ട കുഞ്ഞാട് അതുപോലെ നിൽക്കുക. എന്തിനാണെന്നറിയാമോ? ഇനി മേലാൽ പാപങ്ങൾക്ക് വേണ്ടി യാതൊരു യാഗവും ശേഷിക്കുന്നില്ല. കാൽവരി ക്രൂശിലെ തന്നെ അന്ത്യവാക്കുകളിൽ 7 മൊഴികളിൽ ഒരു മൊഴിയാണ് സകലതും നിവൃത്തിയായി എന്നൊരു മൊഴിയുണ്ട്. ലൂക്കോസ് സുവിശേഷത്തിലും യോഹന്നാന്റെ സുവിശേഷത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് സകലതും നിവൃത്തിയായി. എവരിതിങ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞാൽ മാനവജാതിയുടെ പാപത്തിനു വേണ്ടി ഇനി യാതൊരു യാഗവും ശേഷിക്കുന്നില്ല എന്നാണ് ദൈവത്തിന്റെ ഓമനകുമാരൻ പറയുന്നത്. അപ്പൊ ഞാൻ പറയട്ടെ ദൈവമക്കളെ, സിംഹാസനത്തിന് മുമ്പിൽ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കൈയിൽ ഇരിക്കുന്ന പുസ്തകം വാങ്ങുവാൻ നിൽക്കുന്ന ഒരുവനെ നമ്മളവിടെ കാണും. അതുകൊണ്ടാണ് യോഹന്നാൻ 5-ാം അധ്യായത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്, സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിൽ 24 മൂപ്പന്മാരുടെയും നടുവിൽ ഈ പുസ്തകം വാങ്ങുവാനായി ഒരുവൻ നിൽക്കുകയാണ്. അവനാണ് അറുക്കപ്പെട്ട ഒരു കുഞ്ഞാട് നിൽക്കുന്നു. അവന് 7 കൊമ്പും ദൈവത്തിന് 7 ആത്മാവായ 7 കണ്ണുകൊണ്ട് എന്ന് പറഞ്ഞാൽ സർവ്വലോകത്തിലും ഏതു നേരത്തും സഞ്ചരിക്കുവാനും സകലതും കാണുവാനും അവന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്ന യാതൊന്നുമില്ലെന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നെങ്കിൽ ആ കണ്ണുകളുടെ മുമ്പിൽ മറഞ്ഞിരിക്കുന്ന യാതൊരു കാര്യവുമില്ല. അവന്റെ അധികാരത്തിന് മുൻപാകെ മുട്ടുമടക്കാത്ത യാതൊരു അധികാരവുമില്ല എന്ന് കാണിച്ചുകൊണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കൈയിൽ നിന്ന് പുസ്തകം വാങ്ങുവാൻ യോഗ്യനായ ഒരുവൻ എഴുന്നേറ്റ് നിൽക്കുന്നു. അവനത്രേ അറുക്കപ്പെട്ട കുഞ്ഞാട്. മാനവജാതിക്ക് വേണ്ടി അവൻ നമുക്ക് വേണ്ടി അകൃത്യയാഗമായി തീർന്നു. നമ്മുടെ പാപങ്ങളെ അവന്റെ ചുമലിന്മേൽ ചുമത്തി. യശയ്യാപ്രവാചകൻ പറയുന്ന ഭാഗമാ ഞാൻ പറഞ്ഞ 53-ാം അധ്യായത്തിൽ, അവന്റെ പാപങ്ങളെ, എന്റെ പാപങ്ങളെ അവന്റെ ചുമലിന്മേൽ ചുമത്തി അവൻ നമുക്ക് വേണ്ടി യഹോവയുടെ മുൻപാകെ അകൃത്യയാഗമായി തീർന്നു.
കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ രോമങ്കത്തിൽ കിടന്നുകളാകെ മിണ്ടാതെ നിൽക്കുന്ന, വായി തുറക്കാതെ നിൽക്കുന്ന അറുക്കപ്പെട്ട കുഞ്ഞാട് സിംഹാസനത്തിന് മുമ്പിൽ, പിതാവായ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ, ആ സിംഹാസനത്തിന് ചുറ്റിലും 24 മൂപ്പന്മാരുടെ സിംഹാസനങ്ങൾ, അതിന്റെ നടുവിൽ 4 ജീവികൾ നിൽക്കുന്നു. അവരുടെ നടുവിൽ യോഹന്നാൻ കാണുന്നു അറുക്കപ്പെട്ട ഒരു കുഞ്ഞാട് നിൽക്കുക. അവൻ 7 കൊമ്പുണ്ട്, ദൈവത്തിന്റെ 7 ആത്മാവായ 7 കണ്ണുമുണ്ട്. ഞാൻ 7-ാം വാക്യം വായിക്കുന്നു. അവൻ വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങി. ശ്രദ്ധിക്കണേ, സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കയ്യിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രകളാൽ മുദ്രയിട്ട പുസ്തകം. ആ പുസ്തകം വാങ്ങാൻ യോഗ്യനായ ഒരുവനെ കണ്ടെന്ന് യോഹന്നാൻ പറഞ്ഞു. ദാവീദ് യഹൂദാ ഗോത്രത്തിന്റെ സിംഹം, ദാവീദിന്റെ പേരായവൻ ജയം പ്രാപിച്ചുകൊണ്ട് ഈ പുസ്തകം വാങ്ങാൻ യോഗ്യനായി വന്നു. The lion of the tribe of Judah, the root and offspring of David, bright and morning star. ഇതൊക്കെ യേശു ക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പാട് പുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്ന യോഗ്യതകളാണ്. The lion of the tribe of Judah, യഹൂദാ ഗോത്രത്തിന്റെ സിംഹം. അടുത്തത് ദാവീദിന്റെ വംശവും വേരുമായവൻ, ശുഭ്രവും ആയ ഉദയനക്ഷത്രം. The lion of the tribe of Judah is the offspring and root of David, bright and morning star. അവൻ വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങി. പുസ്തകം വാങ്ങിയപ്പോ എല്ലാം സംഭവിച്ചു. വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗവും നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുൻപാകെ വീണു. ശ്രദ്ധിക്കണേ, പുസ്തകം വാങ്ങി. എവിടുന്ന്? സിംഹാസനത്തിലിരിക്കുന്നവന്റെ വലം കൈയിൽ നിന്ന് കുഞ്ഞാട് പുസ്തകം മേടിച്ചു. ദാവീദ് ഗോത്രത്തിന്റെ, യഹൂദാ ഗോത്രത്തിന്റെ സിംഹം, ദാവീദിന്റെ വേരും ഇസ്രായേലിന്റെ വംശവുമായവൻ, ശുഭ്രമായ ഉദയനക്ഷത്രം, the tribe of Judah, lion of the tribe of Judah, root of David, the offspring of David, bright and morning star. ഈ യോഗ്യതകളുള്ള ദൈവത്തിന്റെ പുത്രനായ അറുക്കപ്പെട്ട ദൈവ കുഞ്ഞാട് സിംഹാസനത്തിലിരിക്കുന്നവന്റെ കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുൻപാകെ വീണു. അപ്പൊ ഞാൻ 4-ാം അധ്യായത്തിൽ നമ്മൾ ചിന്തിച്ചപ്പോ 24 മൂപ്പന്മാര് എങ്ങനെയാന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞാൽ, 24 മൂപ്പന്മാർ വെള്ളവസ്ത്രധാരികളായി തലയിൽ പൊൻകിരീടം ധരിച്ചുകൊണ്ട് സിംഹാസനത്തിന് ചുറ്റിലും 24 സിംഹാസനങ്ങൾ, അതിലിരുന്നു കൊണ്ട് ഇസ്രായേൽ ഗോത്രം 12-നെയും നാമം വിധിക്കുന്ന 24 മൂപ്പന്മാർ. അത് ഞാൻ 4-ാം അധ്യായത്തിൽ ആ വിഷയം വിവരിച്ചായിരുന്നല്ലോ. അതുകൊണ്ട് കുഞ്ഞാട് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങിയപ്പോൾ 4 ജീവികളും സിംഹാസനത്തിന് ചുറ്റിലും നിൽക്കുന്ന 24 സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാരും
വെള്ളവസ്ത്രധാരികൾ, തലയിൽ പൊൻകിരീടധാരികൾ, അവരെങ്ങനെയാ നിൽക്കുന്നതെന്നറിയോ? ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗവും നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുൻപാകെ വീണു. സ്തോത്രം, സ്തോത്രം. പുസ്തകം വാങ്ങിക്കാൻ യോഗ്യനാരുള്ളൂ എന്ന് യോഹന്നാൻ ചോദിച്ചപ്പോ 24 മൂപ്പന്മാരിൽ ഒരുവൻ, one among the 24 elders, അദ്ദേഹം പറഞ്ഞു, there is a person, his name is called the Lion of the tribe of Judah, the root of the David, the offspring of David, bright and a morning star. ഈ 24 മൂപ്പന്മാർ കുഞ്ഞാട് സിംഹാസനത്തിലിരിക്കുന്നവന്റെ വലം കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങിച്ചപ്പോൾ 24 മൂപ്പന്മാരും ഓരോരുത്തരും വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട്, ശ്രദ്ധിക്കണേ, ഈ 24 മൂപ്പന്മാർ ഓരോരുത്തരും വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുൻപാകെ വീഴുകയാ. 4 ജീവികളും 24 മൂപ്പന്മാരും കുഞ്ഞാടാകുന്ന അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ മുൻപാകെ വീണിട്ട് കുഞ്ഞാടിനോട് പറയുന്നു, കുഞ്ഞാടേ, നീ അറക്കപ്പെട്ടു. കുഞ്ഞാടിന്റെ മുമ്പിൽ വീണിട്ട് അവർ പറയുക, പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. ശ്രദ്ധിക്കണേ, 24 മൂപ്പന്മാരും 4 ജീവികളും അവരുടെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്നത് വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാകുന്ന, വിശുദ്ധന്മാരുടെ പ്രാർത്ഥന നിറഞ്ഞ പൊൻകലശം കരങ്ങളിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ 24 മൂപ്പന്മാരും 4 ജീവികളും ഒരുപോലെ കുഞ്ഞാടിന്റെ മുമ്പാകെ നിലപാട് കൊടുത്ത് കുഞ്ഞാടിനോട് പറയുന്നു, കുഞ്ഞാടേ, ഈ പുസ്തകം വാങ്ങുവാൻ നീ യോഗ്യൻ. നീ എങ്ങനെ യോഗ്യനായി എന്ന് പറയുക? നീ അറക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവഭൂമിയിലും, നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വാങ്ങി. ശ്രദ്ധിക്കണേ, യോഹന്നാൻ പുസ്തകം വാങ്ങിക്കുന്ന വ്യക്തിയെ ഒന്ന് ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. സിംഹാസനത്തിലിരിക്കുന്ന മഹാനായാധിപന്റെ കയ്യിൽ നിന്ന് അല്പം കൂടെ പറഞ്ഞ the ancient of days sat on the throne എന്നാണ് ദാനിയേൽ പറഞ്ഞത്. വയോധികനായവൻ ഒരുവൻ സിംഹാസനത്തിലിരുന്നു എന്ന് പറഞ്ഞാൽ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, ദി ancient of days, പുരാതനായവൻ, കാലങ്ങൾക്ക് അധീനനായവന്റെ മുമ്പിൽ അവന്റെ വലം കൈയിലാണ് പുസ്തകം ഇരിക്കുന്നത്. ആ പുസ്തകം വാങ്ങാൻ യോഗ്യനായ ഒരുവൻ വന്നപ്പോൾ ആ യോഗ്യനായവൻ അവന്റെ കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങി. പുസ്തകം വാങ്ങിയപ്പോൾ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്ന 24 മൂപ്പന്മാരും 4 ജീവികളും ഓരോരുത്തൻ, ഇവിടെ എഴുതി വച്ചിരിക്കുക, ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയുമാകുന്ന ധൂപവർഗം പൊൻകലശത്തിൽ നിറച്ചു വച്ചിരിക്കുക. സ്തോത്രം. വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാകുന്ന ധൂപവർഗം, വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാകുന്ന ധൂപവർഗം സ്വർഗത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുമ്പോ യഹോവയായ ദൈവം തന്നെ അനുഗ്രഹങ്ങൾ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വർഷിപ്പിക്കുമെന്നാണ് യഹൂദ പാരമ്പര്യം പറയുന്നത്. അപ്പോ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകൾ നിറഞ്ഞ പൊൻ ധൂപകലശവും കയ്യിൽ പിടിച്ചുകൊണ്ട് ഇവർ കുഞ്ഞാടിന്റെ മുൻപാകെ വീണു.
എന്നുവെച്ചവർ പറയുക, ഈ പുസ്തകം വാങ്ങുവാൻ, അതിന് മുദ്ര പൊട്ടിപ്പാൻ കുഞ്ഞാട് നീ യോഗ്യൻ. കാരണം നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് ഞങ്ങളെ നീ വിലയ്ക്ക് വാങ്ങി. സ്തോത്രം. ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്, വെരി വെരി ഇമ്പോർട്ടന്റ്. ഇവിടെ പറയുക, കുഞ്ഞാടിന്റെ മുൻപാകെ വീണു, പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. 24 മൂപ്പന്മാരും 4 ജീവികളും വീണയും കിന്നരവും മറ്റ് വാദ്യോപകരണങ്ങളെ കരകൾ പിടിച്ചുകൊണ്ട് യശയാപ്രവചനത്തിൽ യശയാ പറഞ്ഞ പോലെ 6 സാറാപ്പുകൾ 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്നുകൊണ്ട് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് അവർ നിർത്താതെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തിന്റെ പുത്രനെ ആരാധനയാണ് ഇവിടെ കാണിക്കുന്നേ. 24 മൂപ്പന്മാരും 4 ജീവികളും വീണയും കിന്നരവും ആരാധന ഉപകരണങ്ങളും എടുത്തു നിന്നുകൊണ്ട് കുഞ്ഞാടിന്റെ മുൻപാകെ നിന്ന്, കുഞ്ഞാടേ നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തത്താൽ ഞങ്ങളെ നീ വിലയ്ക്ക് വാങ്ങി. അവിടെ പറയുക, ഞാൻ ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. നീ പുസ്തകം വാങ്ങുവാനും അതിനെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ എന്ന് വെച്ച് പറയുക, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ശ്രദ്ധിക്കണേ, കുഞ്ഞാട് അറക്കപ്പെട്ടത് കൊണ്ട്, കുഞ്ഞാടേ നീ അറക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട്. ശ്രദ്ധിക്കണേ, ഇവിടെ യോഹന്നാൻ പറയുക, ഈ 4 ജീവികളും 24 മൂപ്പന്മാരും അവർ പിതാവായ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നവരാ. അവരാ സിംഹാസനത്തിൽ നിന്ന് പുത്രനായ യേശു ക്രിസ്തു ഈ പുസ്തകം കയ്യിലേക്ക് വാങ്ങിച്ചപ്പോ ഈ 24 മൂപ്പന്മാരും 4 ജീവികളും വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗങ്ങൾ നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന് മുൻപാകെ വീണു. They are worshipping the Lamb of God who is taking the book. സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്ന കുഞ്ഞാട് പുസ്തകം വാങ്ങിയപ്പോൾ അവരെല്ലാവരും they bowed down before the Lamb of God. അവർ കുഞ്ഞാടിന്റെ മുൻപാകെ വീണു. അവരുടെ കിരീടങ്ങളെല്ലാം കുഞ്ഞാടിന്റെ മുൻപാകെ ഇട്ടു. 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടോ? 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്